ഞാനോട് പറയരുത് കേട്ടോ. ഇല്ല ഇല്ല. അവളെ ഇപ്പൊ വലിയൊരു സിനിമാ നടിയാ. അല്ലെ, എന്താ ഈ സിനിമാ നടിയുടെ പേര്? അതിനെ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. നിങ്ങൾ ഇവിടെ ഒന്ന് നിൽക്കാണോ? ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തുവാ? മോള അതൊക്കെ അവിടെ വെച്ച് അമ്മായി കഴുകിക്കോളാം. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ വരാനില്ലേ പറഞ്ഞത്? പറഞ്ഞില്ല കേക്കില്ല. ഞാനിവിടെ വന്നപ്പോ മുതൽ ശിവയെ ശ്രദ്ധിക്ക. ശിവയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ എടുത്തോട് പറഞ്ഞൂടെ? ആരാ പെൺകുട്ടി? ഇവിടെയുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ശിവയ്ക്ക് അടുപ്പമുണ്ടായിരുന്നെന്ന് എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആരാന്നൊന്നും തെളിച്ചു പറയുന്നില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുന്നത് പോലും സങ്കടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആരോടെങ്കിലും ഒന്നും മനസ്സ് തുറന്ന ഉള്ളിലുള്ള സങ്കടത്തിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ആ പെൺകുട്ടി ഇപ്പോ വലിയ സിനിമാ നടിയാണെന്ന് അമ്മാവൻ പറയുന്ന കേട്ടായിരുന്നു. പറയ് ശിവ, ആരാ ശിവ അത്രയ്ക്ക് മോഹിച്ച ആ പെൺകുട്ടി? പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അതോ ഇനിയിപ്പോ എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ? കുഴിച്ചു മൂടിയതൊക്കെ എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അതിനെ പുറത്തിറക്കാൻ ശ്രമിക്കണ്ട. അതൊക്കെ എന്റെ മാത്രം സ്വകാര്യ. ദയവ് ചെയ്ത് ഇനി അതിനെക്കുറിച്ച് ചോദിക്കരുത്. ശിവ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കും. കിടക്കാൻ പോകുന്നു. ഇവിടെ കിടക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എവിടെ കിടക്കണം? അതൊന്നും എനിക്കറിയില്ല. നീ എവിടെയെങ്കിലും പോയി കിടക്കും. എന്റെ കൂടെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഈ തലേണ ഷീറ്റ് എടുത്ത് താഴെ കിടന്നു. ഹലോ ചേട്ടാ, ഇത് അമരാവതിയിലെ ഹിറ്റ്ലർ മഹാരാജാവിന്റെ അന്തഃപുരം അല്ല. ഇത് അമ്മാവന്റെ വീടാ. ഇവിടെ കിടക്കരുതെന്ന് പറയാൻ ഹിറ്റ്ലർക്ക് യാതൊരു അവകാശമില്ല കേട്ടാ. എന്നാ പിന്നെ നീ ഇവിടെ കിടന്നു, ഞാൻ വെളി കിടന്നോളാം. ഓഹോ, വളരെ സന്തോഷം. ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാലോ. ആഹാ, അങ്ങനെ നീ ഇപ്പൊ സമാധാനത്തോടെ കിടക്കണ്ട. ഓഹോ ശരി, മഹാരാജാവിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അതെ ഹിറ്റ്ലറെ, ശിവ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി സിനിമ നടിയാണല്ലേ? ഏതാ കുട്ടി? നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു?
ഇവിടെയുള്ളവരുടെ വായിന്ന് കുറേശ്ശെ കുറേശ്ശെ കിട്ടിയതാ. നീ ശിവയോട് ചോദിച്ചില്ലേ? ആ, ചോദിച്ചായിരുന്നു. പക്ഷേ എന്നെ മുറുക്കി പുറത്താക്കി കതകടച്ചു. പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് ഇനിയെങ്കിലും. എത്രയും വേഗം പൂജയും ചടങ്ങുമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകണം. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. രഹസ്യങ്ങൾ കുഴിച്ചെടുക്കാൻ ഇവളെ കഴിഞ്ഞുള്ളൂ ആരും. ആ അമ്മാവൻ ഇനി എന്തൊക്കെ വിടുവായത്തിനും പറയുമെന്തോ. ഏട്ടാ, 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 എന്താ എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല. വെള്ളം വെള്ളം വേണോ? വേണ്ട.
ഇവിടെ? എന്താ പ്രശ്നം അവിടെ? കാര്യം പറ, എന്നെ ഇങ്ങനെ ഓടിക്കാതെ. ശിവ അനങ്ങരുത്. എടാ ഏട്ടാ വാ. കുത്തുകൊണ്ട് ചാവണ്ട. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. അമ്മാവ ഇങ്ങോട്ട് വാ. ഓടിക്കളഞ്ഞോ നന്നായി. എനിക്കിപ്പോഴും ഒന്നും പിടി കിട്ടുന്നില്ല. എന്തോ ഇവിടെ സംഭവിച്ചത്? ആരാ ഈ വീട്ടില് കത്തിയായിട്ട് വന്നത്? അവൻ എന്റെ മോനെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതാണോ? മയറ്റിൽ കണ്ണ പഴയതൊക്കെ ഇനി ആവർത്തിക്കുകയാണോ? എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇത് സംഭവിച്ചല്ലോ. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും കള്ളന്മാര് മോഷ്ടിക്കാനായിട്ട് കയറിയതായിരിക്കും. ആ സമയത്ത് ശിവ അവന്റെ മുന്നിൽ പെട്ട് കാണും. അതായിരിക്കും സംഭവിച്ചത്. വല്ല തുരുമ്പെടുത്ത കത്തിയാണെങ്കിൽ കൈ പഴുക്കുവേ. പഴുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ മുറിക്കാനേ പറ്റത്തുള്ളൂ. ഓ ദൈവമേ, കരുനാക്കൊണ്ടൊന്നും പറയാതെ മനുഷ്യ. നാട്ടുകാരും പറഞ്ഞു തെറ്റിയുള്ളൂ. മോളെ നല്ലോണം ഒന്ന് ചുറ്റുകൂടെ. ജ്യോതി ഇങ്ങോട്ട് മാറും, ഞാൻ ചെയ്യാം. അല്ല, ഞാൻ ചെയ്തോളാം. വേണ്ട, ഇങ്ങോട്ട് മാറും, ഞാൻ ചെയ്യാം. അവൻ ചെയ്യും. ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഏയ്, അതിനൊന്നും ആവശ്യമില്ല. ഒരു പോറല് മാത്രമല്ലേ ഏറ്റിട്ടുള്ളൂ. അല്ല, നീ എന്തിനാ ആ സമയത്ത് മുറിയിന്ന് പുറത്തിറങ്ങിയത്? കിടന്നിട്ട് ഉറക്കം വന്നില്ല ഏട്ടാ, അതുകൊണ്ട് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. അവനൊരു വെറും കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആദ്യമേ തന്നെ അവൻ എന്നെ കത്തികൊണ്ട് കുത്താനാ ശ്രമിച്ചത്. അപ്പൊ പിന്നെ അവൻ മോഷ്ടിക്കാൻ വന്നതായിരിക്കില്ലല്ലോ, കൊല്ലാൻ തന്നെ വന്നതായിരിക്കും. നിന്നെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? മോനെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റത്തില്ല. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിൽ കയറി വന്ന ഇത് കാണിച്ചവനെ വെറുതെ വിടാൻ പറ്റുമോ? ശിവ ശരിക്കും അയാളുടെ മുഖം കണ്ടായിരുന്നോ? ഇല്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേന്ന്. ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഏതോ ഒരു ശത്രു നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഈ രാത്രി ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. ഏട്ടന് വേദനിച്ചോ? ഏയ്, സാരമില്ല. പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കണം ഏട്ടാ. ഇത് ചെയ്തവൻ ആരായാലും കണ്ടുപിടിക്കണം, വെറുതെ വിടരുത്. എന്തായാലും നേരം വിളിക്കട്ടെ, നമുക്ക് വേണ്ടത് ചെയ്യാം. മോനെ, നമ്മളിവിടെ വന്നത് ഇഷ്ടമില്ലാത്തത് ആർക്കാടാ? അമ്മ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ആരോ മോഷ്ടിക്കാൻ വേണ്ടി ഈ വീട്ടിൽ കയറാൻ ശ്രമിച്ചു. അവന്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. ശിവയെ കണ്ടപ്പോ അവന് രക്ഷപ്പെടാൻ വേണ്ടി ശിവയുമായി തല്ലുകൂടേണ്ടി വന്നു. അല്ലാതെ ഇതിന് മറ്റൊരർത്ഥവും കാണണ്ട. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ ആരാ ശത്രുക്കള്? നമ്മളാരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. എന്തായാലും രാവിലെ ആവട്ടെ അമ്മേ, വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. തൽക്കാലം എല്ലാരും പോയി കിടന്നുറങ്ങും. എന്തിനാ ഇങ്ങനെ നോക്കിരിക്കുന്നേ? പോയി വാതിലടച്ചിട്ട് കിടക്കാൻ നോക്ക്. വാതിലടച്ചാലും കണ്ടവൻ കയറി കഴുത്തറുത്തിട്ടേക്ക് പോകും. ഒന്ന് പോകുന്നുണ്ടോ?
ശരി മാഡം, അതൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. ഇന്നത്തെ കാര്യത്തിൽ ഒരു ചെറിയ ഭാഗ്യം അവൻ ഉണ്ടായിരുന്നെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇല്ല മാഡം, ഇത് പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് വരൂ. ഉണ്ട്, 2 പേരും ഇവിടെ തന്നെ ഉണ്ട്. ശരി, പറയാം മാഡം. ഓക്കെ. മാഡം ആകെ ദേഷ്യത്തില. 2 അവസരം വിട്ടുകളഞ്ഞതിന്റെ വിഷമത്തില മാഡം. അത്രയ്ക്കങ്ങ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഇതേ ഊപറിക്കുന്ന കാര്യമൊന്നുമല്ല, ആളെ കൊല്ലുന്ന ഏർപ്പാടാ. എന്നാൽ ഇനി കൊല്ലണ്ട. കൊല്ലണ്ട്? പിന്നെ ഞാനെന്തിനാ വന്നത്? ഒന്ന് തീരുമാനിച്ചാ ആ നടത്തിയിട്ട് ഞാൻ പോവും. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. മാറ്റോ? എന്ത് മാറ്റം? അവനെ തിരികെ പ്രാന്താശുപത്രിയിൽ എത്തിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. ഈ തട്ടിക്കൊണ്ടുപോലൊക്കെ ഒരു പഴഞ്ഞ ഏർപ്പാടാണ്. കൊല്ലാനാണ് എളുപ്പമാ. അല്ല, ഇപ്പൊ എന്താ പ്ലാൻ ഒരു മാറ്റം? അതൊക്കെ മാഡത്തിനെ അറിയൂ. മാഡം പറയുന്നു, ഞാൻ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ തമ്പി, ഞാനൊരു പോലീസുകാരനാണ്. തീരുമാനിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ആവശ്യക്കാർ അവരല്ലേ സാർ? അവരെന്താ ചിന്തിക്കുന്നെന്ന് നമുക്കറിയാൻ പറ്റുമോ? അല്ല, തന്റെ മാഡത്തിന് ആ ഭ്രാന്തനോടെന്താ ഇത്ര ശത്രുത? അതൊന്നും എനിക്കറിയില്ല സാറേ. അറിയണം തമ്പി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ രഹസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുത്താൽ കൊന്നിരിക്കും. പക്ഷേ നാളെ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പം വരില്ല എന്ന് ഉറപ്പ് വേണം. അക്കാര്യത്തിൽ സാറിനൊരു സംശയവും വേണ്ട. മാഡത്തിന് വേണ്ടി നിൽക്കുന്നവരെ മാഡം സംരക്ഷിച്ചിരിക്കും. ഇതിപ്പോ റിസ്ക് കുറവല്ലേ സാർ? കൊല്ലണ്ടല്ലോ, പിടിച്ച് അവര് പറയുന്ന സ്ഥലത്ത് ഏൽപ്പിച്ചാ പോരെ. തമ്പിയെ, തന്നോട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനേ ഒരു പോലീസുകാരനാ. ഒരു മരണം നടന്ന സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ. തന്റെ ഈ മാഡത്തിന്റെ കാര്യത്തിലും അതുപോലൊരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് നോക്കണ്ട സാറേ. അവനെ പിടിച്ചുകൊടുത്ത് ഉള്ള കാശ് വാങ്ങി നമുക്ക് ഈ സീനങ്ങ് വിടാം. പണം കിട്ടിയാ പോരാ സാറേ നമുക്ക്? അതെ അതെ. എന്താ അതെ അതെ? അവര് പറയുന്ന അനുസരിച്ച് ഞങ്ങൾ അവനെ പിടിച്ചു കൊടുത്തു വെക്കുക. നാളെ അവരവനെ കൊണ്ട് തട്ടിക്കളഞ്ഞ അതിന് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരികയല്ലേ? വഴിയെ നടക്കുന്നവനെല്ലാം പത്ര റിപ്പോർട്ടർമാരും ചാനൽ മുതലാളിമാരും ആകുന്ന കാലമാണ്. ആരെങ്കിലും ചുമ്മാ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ പിന്നെ അത് മതി ജീവിതം ജയിലിലാവാൻ. കൊല്ലാനാണ് ഈസിയാ, എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാം. പക്ഷേ നാട്ടിൻപുറത്ത് പോയൊരു തട്ടിക്കൊണ്ടുപോകലൊക്കെ റിസ്കാ. സാറ് പറഞ്ഞത് ശരിയാ. പക്ഷേ നമുക്ക് നൈസായിട്ട് പണിങ്ങ് നടത്താം സാറേ. അത് ഞാനങ്ങ് ഏറ്റു. അതെ, താൻ വിഷമിക്കണ്ട, പണി ഞങ്ങളങ്ങ് നടത്തും. പക്ഷേ എനിക്കും സാറിന് എന്തെങ്കിലും കുഴപ്പം വന്നാ പണി പാളും. തിരിച്ചു പണി കിട്ടും എന്നുള്ളത് മനസ്സിലായോ? നിങ്ങൾ മേഡത്തിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. മേഡം അത്തരത്തിലുള്ള ഒരാളല്ല. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നയാളാ മേഡം. അവർക്കിപ്പോ ആവശ്യം ആ പയ്യൻ പ്രാന്താശുപത്രിയിലാവുക എന്നുള്ളതാ. നമ്മളത് ചെയ്തു കൊടുത്താൽ മതി. റിസ്ക് ഇല്ലല്ലോ. താൻ പേടിക്കണ്ട. ക്ഷേത്രത്തിലെ പരിഹാര കർമ്മങ്ങൾ കഴിഞ്ഞ് SK തിരിച്ച് അമരാവതിയിലേക്ക് വരില്ല. പകരം ഭ്രാന്താശുപത്രിയിലേക്ക് തന്നെ പോകും. അതിനൊരു സംശയം വേണ്ട. ഞാൻ ഏറ്റു സാറേ. നാളെ സംഭവം നടന്നിരിക്കും. തമ്പി, എന്താ സാർ? എനിക്ക് തന്റെ ഈ മാഡമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. മാഡം വരും, സാറിനെ കാണും, പോരെ? ഞാൻ ഏറ്റൊന്നും പറഞ്ഞില്ലേ സാർ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.